യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. എന്തിനാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്? ചിലരുടെയൊക്കെ കമൻറ്റ് ഞാൻ കണ്ടു, ഒരു ജപമാല പോലും മുഴുവനായിട്ട് ചൊല്ലി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അത്രമേൽ തടസ്സമാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ലഭിക്കുന്നതിന് വേണ്ടി എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ചോദിച്ചു വരുന്ന കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം, അതായത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ജപമാല ചൊല്ലാതെ ഇരിക്കത്തില്ല. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു കൊച്ചു സംഭവം നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യാവേ. ഇറ്റലിയിലെ മിലനിൽ നടന്ന ഒരു സംഭവമാണിത്. അവിടെ പിശാചു ബാധിതയായ ഒരു സ്ത്രീയിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഭൂതോച്ചാടകനായ ഫാദർ അംബോജിയോ അവളിൽ ആവസിച്ചിരുന്ന ബേൽസെബൂസ് എന്ന ദുഷ്ടാരൂപിയോട് ജപമാലയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും സംസാരിക്കാനായിട്ട് ആജ്ഞാപിച്ചു. അപ്പോൾ ആ ദുഷ്ടാരൂപി ആ സ്ത്രീയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ജപമാലയുടെ ശക്തി എത്രമാത്രമെന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നവയാണ്. നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണം. ഈ സ്ത്രീയിലൂടെ ദുഷ്ടാരൂപി പറഞ്ഞത്, ജപമാല സാത്താൻ്റെ ശക്തികളെ നശിപ്പിക്കുന്ന ആയുധമാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയവും ചൊല്ലുമ്പോൾ സാത്താൻ്റെ തല തകർക്കപ്പെടുന്നു. ജപമാല ചൊല്ലുന്നവർ ഈശോയുടെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ ചേർത്ത് വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സാത്താൻ്റെ തല പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. അത്രയേറെ ശക്തിയുണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥനയ്ക്കെന്നാണ് ആ ദുഷ്ടാരൂപി പറഞ്ഞത്. അതവന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് ക്ഷീണമായും അസ്വസ്ഥതയായും പലവിചാരമായും പലതരത്തിലുള്ള തടസ്സങ്ങളായൊക്കെ സാത്താന് ഇതിനിടയിൽ കിടന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു ജപമാല പൂർണ്ണമായിട്ട് ചൊല്ലി തീർക്കാൻ പോലും പറ്റാത്തത്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ജപമാല. കുടുംബത്തോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ആ വ്യക്തിക്കും കുടുംബത്തിനും ഈശോയുടെ പ്രത്യേക സംരക്ഷണം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ തിന്മയ്ക്ക് ആ കുടുംബത്തിലേക്ക് കയറാൻ പോലും സാധിക്കില്ല. മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് പോലും, കുടുംബം ഒന്നിച്ച് ജപമാല ചൊല്ലുന്ന ഒരു കുടുംബത്തിലേക്ക് പോലും സാത്താന് കയറാൻ ഭയമാണെന്നാണ് പറയുന്നത്. അതിനുള്ള അനുവാദം അവനില്ല. കുടുംബം ഒന്നിച്ചുള്ള ജപമാലയുടെ ശക്തി തിന്മയുടെ ശക്തികളെ തകർക്കുന്നു. കൂടാതെ കുടുംബത്തിലെ ഒരാൾ മാത്രമേ ഇത് ചൊല്ലുന്നുള്ളൂവെങ്കിലും അയാൾ കുടുംബത്തിലെ മറ്റുള്ളവരെ കൂടി രക്ഷയിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ജീവിത പങ്കാളി, മക്കളൊക്കെ ജപമാല ചൊല്ലിയില്ലല്ലോ, എൻ്റെ കൂടെ ചൊല്ലാൻ കൂടിയില്ലല്ലോ എന്നോർത്തൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ ഒരാൾ ചൊല്ലിയാലും മതി. ബാക്കിയുള്ളവരെ കൂടി രക്ഷയിലേക്ക് ആനയിക്കുവാനുള്ള ശക്തി ഈ ജപമാല പ്രാർത്ഥനയ്ക്കുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രഹസ്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ദുഷ്ടാരൂപി പറഞ്ഞത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ രഹസ്യങ്ങളാണ്. അതായത് ദുഃഖത്തിൻ്റെ രഹസ്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രഹസ്യം. അവിടെ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ രക്ഷയുണ്ട്. പിന്നെ നമ്മളിത് കുട്ടികളോടൊക്കെ ഒപ്പം ചൊല്ലണമെന്നാണ് പറയുന്നത്. ഈ പ്രാർത്ഥന കുട്ടികളെ പഠിപ്പിക്കണം, ജപമാല പ്രാർത്ഥന. കൂടാതെ മാതാപിതാക്കൾ മക്കൾക്കായി ജപമാല ചൊല്ലണം. അതിൻ്റെ ഒരു അനുഭവം, മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ട ഒരു അനുഭവ കഥ ഞാൻ ഇന്നലെ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നുവല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി മാറി വരും. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ നാളുകളായിട്ട് പലവിധ തടസ്സങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, മക്കളുടെ ഭാവി ജീവിതമൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കണ്ട, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ ആ കുരുക്കുകളൊക്കെ അഴിച്ചു മാറ്റും. എന്നിട്ട് ഈ ദുഷ്ടാരൂപി പറയുകയാണ്, കുടുംബത്തെയും യുവതിയുവാക്കളെയും നശിപ്പിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതിന് തടയിടാനുള്ള ഏക ആയുധം ജപമാല മാത്രമാണ്. ജപമാല പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മ മാതാവ് ഒരുപാട് കൃപകൾ നൽകുന്നുണ്ട്. അത് സാത്താന് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കേട്ടോ. അങ്ങനെയാണ് അവൻ പറഞ്ഞത്.
അമ്മ ഒരുപാട് കൃപകൾ ജപമാല ചൊല്ലുന്നവർക്ക് കൊടുക്കുമെന്ന്. അതവന് സഹിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ കന്യക എല്ലാ ബന്ധനങ്ങളും അഴിക്കാൻ കഴിവുള്ളവളാണ്. പരിശുദ്ധ അമ്മയുടെയും ജപമാലയുടെയും ശക്തി കണ്ടോ, സാത്താനത് നന്നായിട്ടറിയാം. അതറിയാതെ പോകുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്കാണ് അതറിയില്ലാത്തത്. ഇത് അറിയാമെങ്കിൽ നമ്മൾ ജപമാല ചൊല്ലാതിരിക്കുമോ? ഇല്ല. ഇനി സാത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ ഭരണം നടത്താനായിട്ട് പാടില്ല. ഒരിക്കലും നമ്മളതിന് അനുവദിച്ചു കൊടുക്കരുത്. അവന് നമ്മുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അവനെ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അതിനുള്ള ഏക മാർഗം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. എവിടെ പോയാലും ഒരായുധമായി ജപമാല നമ്മുടെ കരങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റണം. ഫാത്തിമയിലും ലൂർദിലും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലുമൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു കാര്യം മാത്രമാണ് മാതാവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്: ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. മറ്റേതെങ്കിലും ഭക്താഭ്യാസങ്ങൾ അനുഷ്ഠിക്കാനോ ആവർത്തിക്കാനോ മാതാവ് ആവശ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാ തരത്തിലുമുള്ള പ്രാർത്ഥനകൾ നല്ലതാണ്, സഭ അംഗീകരിച്ചതും വിശുദ്ധരൊക്കെ അനുവർത്തിച്ചു പോകുന്നതുമൊക്കെയാണ്. എന്നിരുന്നാലും ജപമാല പ്രാർത്ഥനയ്ക്ക് മാത്രം മാതാവ് കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ലൂർദിലെയും ഫാത്തിമയിലെയും മിഷണറിമാരുടെ കാര്യം തന്നെ എടുത്തു നോക്കിയ ആ കുഞ്ഞു കുട്ടികൾ, അവർക്ക് കൃത്യമായി എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. മറ്റു പ്രാർത്ഥനകളൊന്നും അവർക്കറിയില്ലായിരുന്നു. അത്തരക്കാരോടാണ് മാതാവ് ആവശ്യപ്പെട്ടത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. വിശുദ്ധ ഡൊമിനിക്കിനും വന്ധ്യനായ അലാൻസിനും പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടിട്ട് നൽകിയ വാഗ്ദാനങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രസാദവരങ്ങളും നൽകുന്നതാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ പറഞ്ഞത്, ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർ പ്രത്യേക തരത്തിലുള്ള വരങ്ങൾക്ക് അർഹരാകും. നരകത്തിനെതിരെയുള്ള ഒരു ശക്തിയേറിയ പരിചയായിരിക്കും ജപമാല. അത് തിന്മകളെ ഉന്മൂലനം ചെയ്യുകയും പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ഛിദ്രങ്ങൾ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. സുഹൃതങ്ങളും സൽപ്രവർത്തികളും തഴച്ചു വളരുവാൻ അത് സഹായിക്കുന്നു. ഹൃദയത്തിൽ നിന്നും ലൗകികത പിഴുതുമാറ്റി അവിടെ ദൈവസ്നേഹം പ്രതിഷ്ഠിക്കുന്നു. ജപമാലയിലൂടെ എന്നിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഭക്തിപൂർവം രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ദൗർഭാഗ്യമോ ദുർമരണമോ സംഭവിക്കുകയില്ല. പാപികൾ മാനസാന്തരപ്പെടും. നല്ലവർ സുകൃതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച് നിത്യജീവൻ നേടും. കണ്ടോ, നമ്മുടെ കുടുംബത്തിലൊക്കെ ദൈവത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന മക്കളെ ആ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല പ്രാർത്ഥന ഈ ജപമാല പ്രാർത്ഥന തന്നെയാണ്. പാപികളുടെ മാനസാന്തരത്തിന് ഏറ്റവും നല്ലത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ജപമാലയോട് ഭക്തിയുള്ളവർ അന്ത്യകർമ്മങ്ങൾ സ്വീകരിക്കാതെയോ പാപത്തിലോ മരിക്കുകയില്ല. ജപമാല ചൊല്ലുന്നവർ ജീവിതകാലത്തും മരണനേരത്തും ദൈവത്തിൻ്റെ പ്രകാശവും പ്രസാദവരത്തിൻ്റെ പൂർണ്ണതയും കാണും. പരിശുദ്ധന്മാരുടെ യോഗ്യതയിൽ പങ്കാളികളാവുകയും ചെയ്യും. ജപമാല ഭക്തരെ എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഞാൻ മോചിപ്പിക്കും എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അവർ സ്വർഗത്തിൽ അനന്തമായ സന്തോഷം അനുഭവിക്കും. ജപമാലയിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ മുഖാന്തരം എല്ലാ ആവശ്യങ്ങളും സഹായവും ലഭിക്കും. ജപമാല പ്രചരിപ്പിക്കുന്നവർക്ക് ഞാൻ മുഖാന്തരം എല്ലാ ആവശ്യങ്ങളും സഹായവും ലഭിക്കും. ജപമാല ഭക്തർക്കെല്ലാം ജീവിതത്തിലും മരണത്തിലും സ്വർഗീയ വിശുദ്ധന്മാരെ സഹോദരരായി ലഭിക്കുമെന്ന് എൻ്റെ പുത്രനിൽ നിന്ന് എനിക്ക് വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട്. വിശ്വസ്തയോടെ ജപമാല ചൊല്ലുന്നവർ എൻ്റെ വത്സലപുത്രരും കർത്താവിൻ്റെ സഹോദരരുമായിരിക്കും. ജപമാല ഭക്തി നിത്യരക്ഷയുടെ അച്ചാരമായിരിക്കും. കണ്ടോ, ഇപ്പം മനസ്സിലായില്ലേ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും എന്തുമാത്രമെന്ന്. അപ്പം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിനി മുതൽ ഭക്തിപൂർവം സ്നേഹത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം.
അതിനുള്ള കൃപ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി നിങ്ങൾക്കെല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.